നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നത് വളരെ ചെറിയ ഹെൽപ്ലെസ് ആയിട്ടുള്ള എന്തിനും ഏതിനും നമ്മുടെ അമ്മയെ അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി കെയർ ഗിവർ ആരാണോ, ചിലർക്ക് അത് അച്ഛനാവാം, ചിലർക്ക് അമ്മൂമ്മയാവാം, ചിലർക്ക് മറ്റാരെങ്കിലും ആവാം. സോ അങ്ങനെ നമ്മുടെ പ്രൈമറി കെയർ ഗിവർ ആരാണോ എന്തിനും ഏതിനും ആ പ്രൈമറി കെയർ ഗിവറിനെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. നമ്മളുടെ ആ ഒരു ഡിപ്പെൻഡന്റ് സ്റ്റേജിൽ നമ്മളും നമ്മളുടെ പ്രൈമറി കെയർ ഗിവറുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് നമ്മുടെ ഭാവി ജീവിതത്തെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്സ് ആസ് അഡൽട്സ് നമ്മുടെ റിലേഷൻഷിപ്സിനെ ബാധിക്കും. ഹായ്, ഞാൻ ഡോക്ടർ നൈന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അറ്റാച്ച്മെന്റ് തിയറിയെ പറ്റിയിട്ട് ആണ്. അറ്റൻറ്റീവ് ആയിട്ടുള്ള ഒരു കെയർ ഗിവർ ആണ് ഒരു കുട്ടിക്കുള്ളത് എന്നുണ്ടെങ്കിൽ ആ കുട്ടി വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു നല്ല കെയറിങ് ആയിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു നല്ല അഡൽട്ട് ആയിട്ട് മാറും. അതേസമയം അത് തന്നെയാണ് സെക്യൂർ അറ്റാച്ച്മെന്റിലേക്ക് മാറും. അതേസമയം ഇൻഅറ്റൻറ്റീവ് ആയിട്ടുള്ള ഒരു കെയർ ഗിവർ ആണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടി ഒരു ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് ഉണ്ടാവുകയും അത് ഭാവിയിൽ ബുദ്ധിമുട്ടുകളിലേക്ക് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് അറ്റാച്ച്മെന്റ് തിയറിയുടെ സാരാംശം. ഇനി നമുക്കിതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അറ്റാച്ച്മെന്റ് എന്നുള്ളതും അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതും ആസ് അഡൽട്സ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നോക്കാം. നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ മറ്റേയാളോട് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു വഴിയാണ് നമ്മളുടെ ചൈൽഡ്ഹുഡ് അറ്റാച്ച്മെന്റ് നോക്കുക എന്നുള്ളത്. ബട്ട് ഹ്യൂമൻ ബീയിങ്സ് ആർ വെരി കോംപ്ലെക്സ് ക്രീച്ചേഴ്സ്. സോ അതുകൊണ്ട് തന്നെ ഇത് മാത്രമാണ് കാരണം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ബിഹേവിയറിന്റെ ഒക്കെ കാരണം ഇത് മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എപ്പോഴും എന്ത് തന്നെ ആയാലും ഇറ്റ്സ് മൾട്ടി ഫാക്ടോറിയൽ, മെനി അതർ ഫാക്ടേഴ്സ് ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവാം. സോ എന്തൊക്കെയാണ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ്? പ്രധാനമായിട്ടും 4 അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ആണ് ഉള്ളത്. 1 സെക്യൂർ അറ്റാച്ച്മെന്റ്, 2 ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ്, 3 അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ്, 4 ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ്. ഇതിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. എന്താണെന്ന് വെച്ചാൽ 1 സെക്യൂർ അറ്റാച്ച്മെന്റും ബാക്കിയുള്ള 3 ആങ്ഷ്യസ്, അവോയ്ഡന്റ് ആൻഡ് ഡിസോർഗനൈസ്ഡ് എല്ലാം കൂടി ചേർത്ത് ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് എന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ സെക്യൂർ അറ്റാച്ച്മെന്റ് നമുക്ക് എല്ലാം വേണ്ടത് അതാണ് അല്ലെ. കുഞ്ഞും പ്രൈമറി കെയർ ഗിവറും തമ്മിലുള്ള സെക്യൂർ അറ്റാച്ച്മെന്റ് ആണ് നമുക്ക് ആവശ്യം. സോ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും? കൺസിസ്റ്റന്റ് ആയിട്ട് കുഞ്ഞിന്റെ ഫിസിക്കൽ നീഡ്സും ഇമോഷണൽ നീഡ്സും പ്രൈമറി കെയർ ഗിവർ മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരു സെക്യൂർ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുട്ടികൾ ഭാവിയിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തികളുമായിട്ടുള്ള റിലേഷൻഷിപ്സ് കുറെ കൂടി നല്ല ഹെൽത്തി ആയിരിക്കും. സപ്പോർട്ടീവ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് അല്ല. അതായത് ചൈൽഡ്ഹുഡിൽ സെക്യൂർ അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് ആ വ്യക്തി എപ്പോഴും അങ്ങ് ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ എന്നാലും ആ റിലേഷൻഷിപ്പിലെ 2 വ്യക്തികൾക്കും സെക്യൂർ അറ്റാച്ച്മെന്റ് ആണ് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ റിലേഷൻഷിപ്പ് വളരെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. പക്ഷേ എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ലോട്ട് ഓഫ് വർക്ക് ആവശ്യമാണ് ഫ്രം ബോത്ത് ദ പാർട്ട്നേഴ്സ്. അതില്ലാണ്ട് അതൊരു അൺഹെൽത്തി റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് അവരുടെ പണ്ടത്തെ അറ്റാച്ച്മെന്റ് കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. സോ ഇതാണ് സെക്യൂർ അറ്റാച്ച്മെന്റ്. സെക്കൻഡ് വൺ ഇസ് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ്. ഇത് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കെയർ ഗിവർ ആ കുഞ്ഞിന് ഇമോഷണൽ നീഡ്സും ഫിസിക്കൽ നീഡ്സും മീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇറ്റ് ഈസ് ഇൻകൺസിസ്റ്റന്റ്. എപ്പോഴൊക്കെ കുഞ്ഞിന് ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ കുഞ്ഞിനത് ലഭിക്കുന്നില്ല. ഇൻകൺസിസ്റ്റന്റ് ആയിട്ടാണ് കുഞ്ഞിന് ഫിസിക്കൽ നീഡ്സും ഇമോഷണൽ നീഡ്സും മീറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഇങ്ങനെയുള്ള അഡൽട്സ് പാർട്ട്ണറുമായിട്ട് വളരെ ക്ലിങ്ങി ആയിരിക്കും, വളരെ നീഡി ആയിരിക്കും. പാർട്ട്ണർ തന്നെ വിട്ടിട്ട് പോകുമോ എന്നുള്ളൊരു പേടി, അബാൻഡൺ ചെയ്യുമോ എന്നുള്ളൊരു പേടി എപ്പോഴും മനസ്സിലുണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അത് പലപ്പോഴും ബുദ്ധിമുട്ടിലേക്കും പൊസസീവ്നെസ്സിലേക്കും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്.
സോ ആസ് പാർട്ട്ണർ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ വ്യക്തിയെ മാറ്റിയെടുക്കുവാനായിട്ട്? നമുക്ക് സെപ്പറേഷൻ റിച്വൽസ് ഫോളോ ചെയ്യാം. അതായത് നമ്മൾ വർക്കിന് വേണ്ടി പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് പുറത്തേക്കോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഒന്ന് ഹഗ് ചെയ്യോ കിസ് ചെയ്യോ, അല്ലെങ്കിൽ വൈകിട്ട് കാണാമെന്ന് പറയാം, അല്ലെങ്കിൽ രാത്രിയിൽ കാണാമെന്ന് പറയുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ, നമ്മൾ അവിടെ ഇല്ലാത്ത സമയത്ത്, ഒരുമിച്ചില്ലാത്ത സമയത്ത് ഇൻ ബിറ്റ്വീൻ ജസ്റ്റ് ഒരു മെസ്സേജ് ഒക്കെ അയക്കുന്നത് വഴി ആ വ്യക്തിയുടെ മനസ്സിൽ എൻ്റെ പാർട്ട്ണർ എന്നെ ഇട്ടിട്ട് പോവില്ല എന്നൊരു ധൈര്യം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. അടുത്തത് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ആണ്. ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവരുടെ പ്രൈമറി കെയർ ഗിവർ ആ വ്യക്തിക്ക് ഫിസിക്കൽ നീഡ്സ് മാത്രമേ നൽകുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ, ലൈക്ക് ഫീഡിങ്, ബേത്തിങ് പോലെയുള്ള ഫിസിക്കൽ നീഡ്സ് മാത്രമേ ഉള്ളൂ, കുഞ്ഞിന്റെ ഇമോഷണൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ആ വ്യക്തിയുമായിട്ട്, ആ കെയർ ഗിവറുമായിട്ട് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആസ് അഡൽട്സ് ആ വ്യക്തികൾ ഇമോഷണലി അവര് ആരുമായിട്ടും അടുക്കില്ല. അവർക്ക് അവരെ ഇമോഷണലി സൂത്തൻ ചെയ്യാനായിട്ട് മറ്റുള്ളവരോട് പറയില്ല, അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ പ്രശ്നങ്ങൾ അവർ മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യില്ല. അതുപോലെ തന്നെ അവർക്ക് അവരുടെ പാർട്ട്ണറിനെ ഇമോഷണലി കംഫർട്ട് ചെയ്യാനും അറിവുണ്ടാവില്ല. അവരെപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ ഇതാണ് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ്. അടുത്തത് ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ്. ഇതാണ് ലെസ് എന്താ പറയുക, ഒരുപാട് കാണാത്ത, വളരെ റെയർ ആയിട്ടുള്ള ഒന്നാണ്. പക്ഷേ അതൊരു മോർ സിവിയർ ഫോം ആണ്. ഇതുണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചൈൽഡ്ഹുഡിൽ പ്രൈമറി കെയർ ഗിവറുമായിട്ട് അവർക്ക് ഉള്ള ബന്ധം എന്ന് പറയുന്നത് ഫിയർ, പേടിയുടെയും അതുപോലെ തന്നെ അവരെ ഉപദ്രവിക്കുന്ന അങ്ങനത്തെ റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു അറ്റാച്ച്മെന്റ്, ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ടായി വരുന്നത്. ആസ് അഡൽട്സ് ഈ വ്യക്തികൾക്ക് പലപ്പോഴും ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, അതായത് വ്യക്തിത്വ വൈകല്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പല മാനസിക അസുഖങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഈ വ്യക്തികൾക്ക് പലപ്പോഴും ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വന്നേക്കാം. അതായത് സൈക്കോതെറാപ്പീസ് ഒക്കെ, DBT, CBT പോലെയുള്ള സൈക്കോതെറാപ്പീസ് ഒക്കെ ആവശ്യമായിട്ട് വന്നേക്കാം ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും റിക്കവർ ചെയ്യാനായിട്ട്. സോ 3 കാര്യങ്ങൾ കൂടി, ഈ ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് മനസ്സിലാക്കിയെടുത്താൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന് 3 പോയിന്റ്സ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. നമ്മളുടെ അറ്റാച്ച്മെന്റ് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നമ്മളുടെ ചൈൽഡ്ഹുഡ് അറ്റാച്ച്മെന്റ് പ്രശ്നമായതുകൊണ്ട് നമ്മളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിനെ അത് ബാധിക്കുന്നു എന്ന് നമുക്ക് സ്വയം മനസ്സിലായാൽ ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മളുടെ അറ്റാച്ച്മെന്റ് എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഏതാണെന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് പ്രൈമറി ആയിട്ടുള്ള കാര്യം. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ റിലേഷൻഷിപ്സ്, അത് നമ്മളുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അവരുമായിട്ടുള്ള നമ്മളുടെ അറ്റാച്ച്മെന്റ് എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുക. അതായത് നമ്മൾ എത്രത്തോളം സെക്യൂർ ആണ് അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ, എത്രത്തോളം ക്ലോസ് ആണ് അവരുമായിട്ട് എന്നൊക്കെയുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് വഴി നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 2, സെൽഫ് കമ്പാഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളത്, നമ്മൾ സെൽഫ് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ മറ്റേ വ്യക്തിയുടെ നീഡ്സ് കൂടി മനസ്സിലാക്കുവാനും നമ്മുടെ നീഡ്സും ആ വ്യക്തിയുടെ നീഡ്സും കൂടി ഒരു കോംപ്രമൈസിൽ, അഡ്ജസ്റ്റ്മെന്റിൽ മുന്നോട്ട് കൊണ്ടുപോകാനും, അതായത് 2 പേർക്കും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും എന്നുള്ളതാണ്. സോ സെൽഫ് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധിവരെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. ആൻഡ് 3rd പോയിന്റ് ഇസ്, നമ്മൾ ജേർണലിംഗ് ചെയ്യുക അബൌട്ട് അവർ സെക്യൂർ അറ്റാച്ച്മെന്റ്. അത് നമ്മുടെ ബ്രെയിനിനെ എപ്പോഴും സെക്യൂർ അറ്റാച്ച്മെന്റിനെ പറ്റിയിട്ട് ബോധവാന്മാക്കാനായിട്ട് സഹായിക്കുകയും ആ ഒരു സെക്യൂർ അറ്റാച്ച്മെന്റിനോടുള്ള ഒരു പേടി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. സോ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ്സ് എഴുതുക. മറ്റൊരു വീഡിയോയുമായി കാണാം. Bye.